ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ വേണ്ടിയായിരുന്നു ജസ്റ്റിസ് വി ഖാലിദിൻ്റെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് ആസ്ഥാനമാക്കി കേനനൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ എന്ന ഒരു സംഘടന രൂപീകൃതമായത്. 1967 ആ സംഘടന നിലവിൽ വന്നത്. ആ സംഘടന തളിപ്പറമ്പിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തി വരുന്നുണ്ട്. 1967 ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തുടക്കം അന്നൊരു തുടക്കമാണ്. പിന്നീട് സർ സെയ്ദ് കോളേജ് എന്ന നിലയിൽ ഏറ്റവും പ്രസിദ്ധമായ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം അവിടെ തുടക്കം കുറിക്കുന്നത് യഥാർത്ഥത്തിൽ പ്രഗത്ഭമതികളായ ഇവരുടെയൊക്കെ നേതൃത്വത്തിലാണ്. അന്ന് തളിപ്പറമ്പ് മുസ്ലിം ജമായത്ത് പള്ളി കമ്മിറ്റിയുടെ കൈവശാവകാശത്തിലുള്ള വഖഫ് ഭൂമി പാട്ടത്തിന് നൽകിക്കൊണ്ടാണ് കോളേജ് ആരംഭിക്കുന്നത്. പാട്ടത്തിന് നൽകിയ ഭൂമി വഖഫ് ഭൂമിയല്ലെന്നും അതോടൊപ്പം ആ ഭൂമി ഞങ്ങളുടെ സ്വന്തം ഭൂമിയാണ് എന്നുമുള്ള വ്യാജരേഖയുണ്ടാക്കുകയാണ് ഇപ്പോഴത്തെ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി നടത്തുന്നത്. അതിപ്പോൾ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുവേണ്ടി ദീർഘ നാളുകൾ നിയമയുദ്ധം നടത്തിയിട്ടുണ്ട്. വഖഫ് ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നിയമയുദ്ധം നടത്തുകയും ഇപ്പോൾ ഇതിൻ്റെ ഭാരവാഹികളായി ഇരിക്കുന്നവർ നടത്തിക്കൊണ്ടിരിക്കുന്ന തട്ടിപ്പ്, വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ 1967 അതിൻ്റെ രേഖ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അന്ന് ഈ രേഖ എഴുതി കൊടുത്തവർ 1967 ഡോക്യുമെൻ്റ് നമ്പർ 204 പ്രകാരം രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ പറയുന്നത് തളിപ്പറമ്പ് ജുമായത്ത് പള്ളി മുത്തവല്ലി, അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്, അന്നത്തെ മുത്തവല്ലി, കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷനു വേണ്ടി അതിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി, ഇവർക്ക് പ്രതിവർഷം ഒരേക്കറക്ക് 500 രൂപ നിരക്കിൽ പാട്ടവ്യവസ്ഥയിൽ എഴുതി കൊടുക്കുന്ന ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ന്യൂനപക്ഷ മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമത്തിൽ വഖഫ് ഭൂമി ഒരു നല്ല കാര്യമായതുകൊണ്ട് പാട്ടത്തിന് ഭൂമി കൊടുക്കുകയാണ്. ആ പാട്ടത്തിന് കൊടുത്ത ഭൂമി എങ്ങനെയാണ് സ്വന്തം ഭൂമിയാക്കി ഇവർ മാറ്റുക? അന്നത്തെ ഭാരവാഹികൾക്ക് അങ്ങനെ തോന്നിയില്ല കള്ളരേഖ ഉണ്ടാക്കാൻ. ഇന്നത്തെ ഭാരവാഹികൾ ആരൊക്കെയാണ്? അസോസിയേഷൻ്റെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ലീഗിൻ്റെ ജില്ലാ നേതാക്കളാണ്. അഡ്വക്കേറ്റ് പി മഹമ്മൂദും അള്ളാങ്കുളം മഹമ്മൂദുമാണ് ഈ 2 ചുമതലകൾ ഇപ്പം നിർവഹിക്കുന്നത്. അവരെന്തൊക്കെ ചെയ്തു? ഒന്ന്, അവരുടെ സ്വന്തം ഭൂമിയാണെന്ന് വരുത്തി തീർക്കാൻ റവന്യൂ രേഖ തിരുത്തി അവരുടെ പേരിൽ തണ്ടപ്പേര് മാറ്റി. വഖഫ് ഭൂമി എങ്ങനെയാ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ കൈവശമുള്ള ഭൂമിയാക്കിയിട്ട് തണ്ടപ്പേര് മാറ്റുക? നികുതി അടക്കാൻ വേണ്ടിയിട്ട് കൂടി ഈ തണ്ടപ്പേര് മാറ്റിയതോടുകൂടി അവർക്ക് അവസരം കിട്ടി. ഈ 2 രേഖകളും ഉപയോഗിച്ചുകൊണ്ടാണ് പാട്ടവ്യവസ്ഥയിൽ 1967 അന്നത്തെ തളിപ്പറമ്പ് മുസ്ലിം ജമായത്ത് പള്ളിയുടെ ഭരണച്ചുമതലയുള്ള മുത്തവല്ലി എഴുതി കൊടുത്ത രജിസ്റ്റർ ചെയ്ത ആധാരത്തെ ഇവർ മറികടക്കുന്നു.
അതിപ്പോൾ എവിടെ എത്തി? യഥാർത്ഥത്തിൽ ലീഗിൻ്റെ അകത്ത് തന്നെ ആഭ്യന്തര കുഴപ്പം ഉണ്ടാക്കുന്നിടക്ക കാര്യങ്ങളെത്തി. ഇന്നത്തെ ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി തങ്ങളാണ് തളിപ്പറമ്പ് ജുമായത്ത് പള്ളിയുടെ ഖാസി. അതൊരു മതപണ്ഡിതൻ എന്ന നിലയിൽ പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അദ്ദേഹം നയിക്കുന്ന ഒരു പള്ളിയുടെ സ്വത്താണ് പള്ളി കമ്മിറ്റിയുടെ പ്രസിഡന്റും ഭാരവാഹികളും ലീഗുകാരായതുകൊണ്ടും എഡ്യൂക്കേഷണൽ അസോസിയേഷൻ്റെ ഭാരവാഹികളും ലീഗ് ആയതുകൊണ്ടും ഇത്തരമൊരു തട്ടിപ്പ് നടത്താൻ ഇടവന്നു. ഈ തട്ടിപ്പിനെതിരെ നിയമയുദ്ധം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ബോർഡ് നിലവിലുള്ള പള്ളി കമ്മിറ്റിയുടെ ഭാരവാഹികളെ പിരിച്ചുവിട്ടു. അവരാണെങ്കിൽ കാലാവധി കഴിഞ്ഞിട്ടും ആ സ്ഥാനത്തിരിക്കുകയാണ്. ഇത്തരം തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ടാണ്. 2017 തന്നെ അവരുടെ കാലാവധി കഴിഞ്ഞിരുന്നു. എന്നിട്ടും അത് തുടരുകയാണ് എന്ന് കണ്ടെത്തിയപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തി പുതിയ കമ്മിറ്റി വരുന്നതുവരെ ഒരു മുത്തവല്ലിയെ വഖഫ് ബോർഡ് 2024 ഡിസംബറിൽ നിയമിച്ചു. ആ മുത്തവല്ലിയാണ് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത്. ആ മുത്തവല്ലി ഈ തട്ടിപ്പിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതുകൊണ്ട് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ലീഗ് നേതൃത്വം നടത്തുന്ന ഈ നീക്കത്തിൽ പ്രതിഷേധിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ജനങ്ങളും അണിനിരക്കുന്ന പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട്. ഇതിനൊരു പ്രാധാന്യം എന്താ? ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു നിയമ ഭേദഗതി കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ വഖഫ് ബോർഡിൽ സർക്കാരിന് നോമിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ആളെ നിയോഗിക്കണം, അതിൽ മുസ്ലിങ്ങളല്ലാത്തവരും ഉണ്ടാകണം എന്നെല്ലാമുള്ള ഭേദഗതിയും വഖഫ് സ്വത്തുക്കളെല്ലാം കലക്ടർക്ക് കൈകാര്യം ചെയ്യാൻ അധികാരം നൽകുന്ന വ്യവസ്ഥകളും കൊണ്ടുവന്നതിനെ അതിശക്തമായി ഇന്ത്യ ബ്ലോക്കും ഒപ്പം BJP മുന്നണിയിലുള്ള ചില കക്ഷികളും ചേർന്ന് പാർലമെൻറ്റിൽ എതിർത്ത് വോട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് ഇവിടെ ലീഗിൻ്റെ നേതൃത്വത്തിൽ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ നടക്കുന്ന നീക്കം. അതാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ BJP കൊണ്ടുവന്നിട്ടുള്ള നിയമത്തിനെതിരായ പ്രതിഷേധം ജാതിമത ചിന്തകൾക്ക് അതീതമായി നാട്ടിൽ ഉയർന്നു വരുമ്പോൾ തളിപ്പറമ്പിൽ ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഖാസിയായ ആ പള്ളിയുടെ വഖഫ് ഭൂമി ലീഗ് നേതാക്കൾ നയിക്കുന്ന ഒരു സംഘടന തട്ടിയെടുക്കാനാണ് നീക്കം നടക്കുന്നത്. അതിശക്തമായ പ്രതിഷേധം ഉയർന്നു വരണം. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 17-ാം തീയതി ഏപ്രിൽ 17-ാം തീയതി തളിപ്പറമ്പിൽ ഒരു പ്രതിഷേധ സംഗമം നടത്തുന്നുണ്ട്. അതോടൊപ്പം നിയമപരമായിട്ടുള്ള നടപടിയും സ്വീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ വഖഫ് ഭൂമി സംരക്ഷിക്കാൻ ഈ നാട്ടിലെ വിശ്വാസി സമൂഹവും മതനിരപേക്ഷ സമൂഹവും അണിനിരക്കേണ്ടതുണ്ട് എന്നതാണ് ഈ രേഖകളാകെ പരിശോധിച്ചപ്പോൾ തോന്നുന്നത്.